ഇയ്യോബ് അധ്യായം 36. എലീഹു പിന്നെയും പറഞ്ഞതെന്തെന്നാൽ, അല്പം ക്ഷമിക്ക, ഞാൻ അറിയിച്ചു തരാം. ദൈവത്തിനു വേണ്ടി ഇനിയും ചില വാക്ക് പറവാനുണ്ട്. ഞാൻ ദൂരത്തു നിന്ന് അറിവ് കൊണ്ടുവരും. എൻ്റെ സൃഷ്ടാവിന് നീതിയെ ആരോപിക്കും. എൻ്റെ വാക്ക് ഭോഷ്കല്ല നിശ്ചയം. അറിവ് തികഞ്ഞവൻ നിന്റെ അടുക്കൽ നിൽക്കുന്നു. ദൈവം ബലവാനെങ്കിലും ആരെയും നിരസിക്കുന്നില്ല. അവൻ വിവേകശക്തിയിലും ബലവാൻ തന്നെ. അവൻ ദുഷ്ടൻ്റെ ജീവനെ രക്ഷിക്കുന്നില്ല. ദുഃഖിതന്മാർക്കോ അവൻ ന്യായം നടത്തിക്കൊടുക്കുന്നു. അവൻ നീതിമാന്മാരിൽ നിന്ന് തൻ്റെ കടാക്ഷം മാറ്റുന്നില്ല. രാജാക്കന്മാരോട് കൂടെ അവരെ സിംഹാസനത്തിലിരുത്തുന്നു. അവർ എന്നേക്കും ഉയർന്നിരിക്കുന്നു. അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കഷ്ടതയുടെ പാശങ്ങളാൽ പിടിക്കപ്പെട്ടാൽ അവൻ അവർക്ക് അവരുടെ പ്രവൃത്തിയും അഹങ്കരിച്ചു പോയ ലംഘനങ്ങളും കാണിച്ചു കൊടുക്കും. അവൻ അവരുടെ ചെവി പ്രബോധനത്തിന് തുറക്കുന്നു. അവർ നീതികേട് വിട്ടുതിരുവാൻ കൽപ്പിക്കുന്നു. അവർ കേട്ടനുസരിച്ച് അവനെ സേവിച്ചാൽ തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും ആണ്ടുകളെ ആനന്ദത്തിലും കഴിച്ചുകൂട്ടും. കേൾക്കുന്നില്ലെങ്കിലോ അവർ വാളാൽ നശിക്കും, ബുദ്ധിമോശത്താൽ മരിച്ചുപോകും. ദുഷ്ടമാനസന്മാർ കോപം സംഗ്രഹിച്ചു വയ്ക്കുന്നു. അവൻ അവരെ ബന്ധിക്കുമ്പോൾ അവർ രക്ഷയ്ക്കായി വിളിക്കുന്നില്ല. അവർ യൗവനത്തിൽ തന്നെ മരിച്ചു പോകുന്നു. അവരുടെ ജീവൻ ദുർനടപ്പുകാരുടേതുപോലെ നശിക്കുന്നു. അവൻ അരിഷ്ടനെ അവൻ്റെ അരിഷ്ടതയാൽ വിടുവിക്കുന്നു. പീഡയിൽ തന്നെ അവരുടെ ചെവി തുറക്കുന്നു. നിന്നെയും അവൻ കഷ്ടതയുടെ വായിൽ നിന്ന് ഇടുക്കമില്ലാത്ത വിശാലതയിലേക്ക് നടത്തുമായിരുന്നു. നിന്റെ മേശമേൽ സ്വാദുഭോജനം വെക്കുമായിരുന്നു. നീയോ ദുഷ്ടവിധി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വിധിയും നീതിയും നിന്നെ പിടിക്കും. കോപം നിന്നെ പരിഹാസത്തിനായി വശീകരിക്കരുത്. മറുവിലയുടെ വലിപ്പമോർത്ത് നീ തെറ്റിപ്പോകുമരുത്. കഷ്ടത്തിൽ അകപ്പെടാതിരിപ്പാൻ നിന്റെ നിലവിളിയും ശക്തിയേറിയ പരിശ്രമങ്ങൾ ഒക്കെയും മതിയാകുമോ? ജാതികൾ തങ്ങളുടെ സ്ഥലത്ത് വെച്ച് മുടിഞ്ഞു പോകുന്ന രാത്രിയെ നീ കാക്ഷിക്കരുത്. സൂക്ഷിച്ചുകൊള്ളുക, നീതികേടിലേക്ക് തിരിയരുത്. അതല്ലോ നീ അരിഷ്ടതയേക്കാൾ ഇച്ഛിക്കുന്നത്. ദൈവം തൻ്റെ ശക്തിയാൽ ഉന്നതമായി പ്രവർത്തിക്കുന്നു. അവന് തുല്യനായ ഉപദേശകൻ ആരുള്ളൂ? അവനോട് അവൻ്റെ വഴിയെ കൽപ്പിച്ചതാർ? നീ നീതികേട് ചെയ്തു എന്ന് അവനോട് ആർക്ക് പറയാം? അവൻ്റെ പ്രവൃത്തിയെ മഹിമപ്പെടുത്തുവാൻ നീ ഓർത്തുകൊള്ളുക. അതിനെക്കുറിച്ചല്ലോ മനുഷ്യർ പാടിയിരിക്കുന്നത്. മനുഷ്യരൊക്കെയും അത് കണ്ട് രസിക്കുന്നു. ദൂരത്തു നിന്ന് മർത്യൻ അതിനെ സൂക്ഷിച്ചു നോക്കുന്നു. നമുക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം ദൈവം അത്യുന്നതൻ. അവൻ്റെ ആണ്ടുകളുടെ സംഖ്യ ആരാഞ്ഞുകൂടാത്തത്. അവൻ നീർത്തുള്ളികളെ ആകർഷിക്കുന്നു. അവൻ്റെ ആവിയാൽ അവ മഴയായി പെയ്യുന്നു. മേഘങ്ങൾ അവയെ ചൊരിയുന്നു. മനുഷ്യരുടെ മേൽ ധാരാളമായി പൊഴിക്കുന്നു. ആർക്കെങ്കിലും മേഘങ്ങളുടെ വിരിവുകളെയും അവൻ്റെ കൂടാരത്തിൻ്റെ മുഴക്കത്തെയും ഗ്രഹിക്കാമോ? അവൻ തൻ്റെ ചുറ്റും പ്രകാശം വിരിക്കുന്നു. സമുദ്രത്തിൻ്റെ അടിയെ മൂടുന്നു. ഇവയാൽ അവൻ ജാതികളെ ന്യായം വിധിക്കുന്നു. ആഹാരവും ധാരാളമായി കൊടുക്കുന്നു. അവൻ മിന്നൽ കൊണ്ട് തൃക്കൈ നിറയ്ക്കുന്നു. പ്രതിയോഗിയുടെ നേരെ അതിനെ നിയോഗിക്കുന്നു. അതിൻ്റെ മുഴക്കം അവനെയും കന്നുകാലികൾ എഴുന്നള്ളുന്നവനെയും കുറിച്ച് അറിവ് തരുന്നു. അധ്യായം 37. ഇതിനാൽ എൻ്റെ ഹൃദയം വിറച്ച് തൻ്റെ സ്ഥലത്ത് നിന്ന് പാളിപ്പോകുന്നു. അവൻ്റെ നാദത്തിൻ്റെ മുഴക്കവും അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഗർജനവും ശ്രദ്ധിച്ചു കേൾപ്പിൻ. അവൻ അത് ആകാശത്തിന് കീഴിലൊക്കെയും അതിൻ്റെ മിന്നൽ ഭൂമിയുടെ അറ്റത്തോളവും അയക്കുന്നു. അതിൻ്റെ പിന്നാലെ ഒരു മുഴക്കം കേൾക്കുന്നു. അവൻ തൻ്റെ മഹിമാനാദം കൊണ്ട് ഇടിമുഴക്കുന്നു. അവൻ്റെ നാദം കേൾക്കുമ്പോൾ അവയെ തടുക്കുന്നില്ല. ദൈവം തൻ്റെ നാദം അതിശയമായി മുഴക്കുന്നു. നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത മഹാകാര്യങ്ങളെ ചെയ്യുന്നു. അവൻ ഹിമത്തോട് ഭൂമിയിൽ പെയ്യുക എന്ന് കൽപ്പിക്കുന്നു. അവൻ മഴയോടും വമ്പിച്ച പെരുമഴയോടും കൽപ്പിക്കുന്നു. താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. കാട്ടുമൃഗം ഒളിവിടത്ത് ചെന്ന് തൻ്റെ ഗുഹയിൽ കിടക്കുന്നു. ദക്ഷിണ മണ്ഡലത്തിൽ നിന്ന് കൊടുങ്കാറ്റും ഉത്തരദിക്കിൽ നിന്ന് കുളിരും വരുന്നു. ദൈവത്തിൻ്റെ ശ്വാസം കൊണ്ട് നീർക്കട്ട ഉളവാകുന്നു. വെള്ളങ്ങളുടെ വിശാലത ഉറച്ചു പോകുന്നു. അവൻ കാർമേഘത്തെ ഈറം കൊണ്ട് കനപ്പിക്കുന്നു. തൻ്റെ മിന്നലുള്ള മേഘത്തെ പരത്തുന്നു. അവൻ അവയോട് കൽപ്പിക്കുന്നതൊക്കെയും ഭൂമിയുടെ ഉപരിഭാഗത്ത് ചെയ്യേണ്ടതിന് അവൻ്റെ ആദേശപ്രകാരം അവ ചുറ്റി സഞ്ചരിക്കുന്നു. ശിക്ഷയ്ക്കായിട്ടോ ദേശത്തിൻ്റെ നന്മയ്ക്കായിട്ടോ ദയയ്ക്കായിട്ടോ അവനത് വരുത്തുന്നു. ഇയ്യോബേ, ഇത് ശ്രദ്ധിച്ചു കൊള്ളുക. മിണ്ടാതിരുന്ന ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ചിന്തിച്ചു കൊള്ളുക. ദൈവം അവയ്ക്ക് കൽപ്പന കൊടുക്കുന്നതും തൻ്റെ മേഘത്തിലെ മിന്നൽ പ്രകാശിപ്പിക്കുന്നതും എങ്ങനെയെന്ന് നീ അറിയുന്നുവോ?
മേഘങ്ങളുടെ ആക്കത്തൂക്കവും ജ്ഞാനസമ്പൂർണനായവൻ്റെ അത്ഭുതങ്ങളും നീ അറിയുന്നുവോ? തെന്നിക്കാറ്റുകൊണ്ട് ഭൂമി അനങ്ങാതിരിക്കുമ്പോൾ നിന്റെ വസ്ത്രത്തിന് ചൂടുണ്ടാകുന്നത് എങ്ങനെ? ലോഹദർപ്പണം പോലെ ഉറപ്പുള്ള ആകാശത്തെ നിനക്ക് അവനോടുകൂടെ വിടർത്തു വെക്കുമോ? അവനോട് എന്തു പറയണമെന്ന് ഞങ്ങൾക്ക് ഉപദേശിച്ചു തരിക. അന്ധകാരം നിമിത്തം ഞങ്ങൾക്കൊന്നും പ്രസ്താവിപ്പാൻ കഴിവില്ല. എനിക്ക് സംസാരിക്കണമെന്ന് അവനോട് ബോധിപ്പിക്കണമോ? നാശത്തിനിരയായി തീരുവാൻ ആരാനും ഇച്ഛിക്കുമോ? ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം ശോഭിക്കുന്നത് കാണുന്നില്ല, എങ്കിലും കാറ്റ് കടന്നതിനെ തെളിവാക്കുന്നു. വടക്കു നിന്ന് സ്വർണശോഭ പോലെ വരുന്നു. ദൈവത്തിൻ്റെ ചുറ്റും ഭയങ്കര തേജസ്സുണ്ട്. സർവശക്തനെയോ നാം കണ്ടെത്തുകയില്ല. അവൻ ശക്തിയിൽ അത്യുന്നതനാകുന്നു. അവൻ ന്യായത്തിനും പൂർണ്ണനീതിക്കും ഭംഗം വരുത്തുന്നില്ല. അതുകൊണ്ട് മനുഷ്യർ അവനെ ഭയപ്പെടുന്നു. ജ്ഞാനികളെന്ന് ഭാവിക്കുന്നവരെ അവൻ കടാക്ഷിക്കുന്നില്ല. അധ്യായം 38. അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരം അരുളി ചെയ്തതെന്തെന്നാൽ, അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്നോരിവനാർ? നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക. ഞാൻ നിന്നോട് ചോദിക്കും, എന്നോട് ഉത്തരം പറക. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്ക. അതിൻ്റെ അളവ് നിയമിച്ചവൻ ആർ? നീ അറിയുന്നുവോ? അല്ല, അതിന് അളവുനൂൽ പിടിച്ചവനാർ? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? അല്ല, അതിൻ്റെ മൂലക്കല്ലിട്ടവൻ ആർ? ഗർഭത്തിൽ നിന്ന് എന്ന പോലെ സമുദ്രം ചാടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കതകുകളാൽ അടച്ചവൻ ആർ? അന്ന് ഞാൻ മേഘത്തെ അതിന് ഉടുപ്പും കൂരിരുളിനെ അതിന് ചുറ്റാടയുമാക്കി. ഞാൻ അതിന് അതിർ നിയമിച്ച് കതകും ഓടാമ്പലും വെച്ചു. ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കടക്കരുത്. ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർവം നിലയ്ക്കുമെന്ന് കൽപ്പിച്ചു. ഭൂമിയുടെ അറ്റങ്ങളെ പിടിക്കേണ്ടതിനും ദുഷ്ടന്മാരെ അതിൽ നിന്ന് കുടഞ്ഞു കളയേണ്ടതിനും നിന്റെ ജീവകാലത്തൊരിക്കലെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും അരുണോദയത്തിന് സ്ഥലം ആദേശിക്കുകയും ചെയ്തിട്ടുണ്ടോ? അത് മുദ്രയ്ക്ക് കീഴിലെ അരക്ക് പോലെ മാറുന്നു, വസ്ത്രം പോലെ ആസകലം വിളങ്ങി നിൽക്കുന്നു. ദുഷ്ടന്മാർക്ക് വെളിച്ചം മുടങ്ങിപ്പോകുന്നു, ഓങ്ങിയ ഭുജവും ഒടിഞ്ഞു പോകുന്നു. നീ സമുദ്രത്തിൻ്റെ ഉറവുകളോളം ചെന്നിട്ടുണ്ടോ? ആഴിയുടെ ആഴത്തിൽ സഞ്ചരിച്ചിട്ടുണ്ടോ? മരണത്തിൻ്റെ വാതിലുകൾ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? അന്ധതമസിൻ്റെ വാതിലുകളെ നീ കണ്ടിട്ടുണ്ടോ? ഭൂമിയുടെ വിശാലത നീ ഗ്രഹിച്ചിട്ടുണ്ടോ? ഇതൊക്കെയും അറിയുന്നുവെങ്കിൽ പ്രസ്താവിക്കാം. വെളിച്ചം വസിക്കുന്ന സ്ഥലത്തേക്കുള്ള വഴി ഏത്? ഇരുളിൻ്റെ പാർപ്പിടവും എവിടെ? നിനക്കവയെ അവയുടെ അതിരോളം കൊണ്ടുപോകാമോ? അവയുടെ വീട്ടിലേക്കുള്ള പാത അറിയാമോ? നീ അന്നേ ജനിച്ചിരുന്നുവല്ലോ. നിനക്ക് ആയുസ്സൊട്ടും കുറവല്ലല്ലോ. നീ അത് അറിയാതിരിക്കുമോ? നീ ഹിമത്തിൻ്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? കന്മഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? ഞാൻ അവയെ കഷ്ടകാലത്തേക്കും ഓരും പടയുമുള്ള നാളിലേക്കും സംഗ്രഹിച്ചു വച്ചിരിക്കുന്നു. വെളിച്ചം പിരിഞ്ഞു പോകുന്നതും കിഴക്കൻ കാറ്റ് ഭൂമിമേൽ വ്യാപിക്കുന്നതും ആയ വഴിയേത്? നിർജ്ജനദേശത്തും ആൾപ്പാർപ്പില്ലാത്ത മരുഭൂമിയിലും മഴ പെയ്യിക്കേണ്ടതിനും തരിശും ശൂന്യവുമായ നിലത്തിൻ്റെ ദാഹം തീർക്കേണ്ടതിനും ഇളംപുല്ല് മുളപ്പിക്കേണ്ടതിനും ജലപ്രവാഹത്തിന് ചാലും ഇടിമിന്നലിന് പാതയും വെട്ടിക്കൊടുത്തവതാർ? മഴയ്ക്ക് അപ്പനുണ്ടോ? അല്ല, മഞ്ഞുതുള്ളികളെ ജനിപ്പിച്ചതാർ? ആരുടെ ഗർഭത്തിൽ നിന്ന് ഹിമം പുറപ്പെടുന്നു? ആകാശത്തിലെ നീഹാരത്തെ ആർ പ്രസവിക്കുന്നു? വെള്ളം കല്ലുപോലെ ഉറച്ചു പോകുന്നു, ആഴിയുടെ മുഖം കട്ടിയായിത്തീരുന്നു. കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? മകയിരത്തിൻ്റെ ബന്ധനങ്ങൾ അഴിക്കാമോ? നിനക്ക് രാശിചക്രത്തെ അതിൻ്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ? സപ്തർഷികളെയും മക്കളെയും നിനക്ക് നടത്താമോ? ആകാശത്തിലെ നിയമങ്ങളെ നീ അറിയുന്നുവോ? അതിന് ഭൂമിമേലുള്ള സ്വാധീനത നിർണയിക്കാമോ? ജലപ്രവാഹം നിന്നെ മൂടേണ്ടതിന് നിനക്ക് മേഘങ്ങളോളം ശബ്ദം ഉയർത്താമോ? അടിയങ്ങൾ വിടകൊള്ളുന്നു എന്ന് നിന്നോട് പറഞ്ഞ് പുറപ്പെടുവാൻ തക്കവണ്ണം നിനക്ക് മിന്നലുകളെ പറഞ്ഞയക്കാമോ? അന്തരംഗത്തിൽ ജ്ഞാനത്തെ വെച്ചവനാർ?
മനസ്സിന് വിവേകം കൊടുത്തവൻ ആർ? ഉരുക്കി വാർത്തതുപോലെ പൊടി തമ്മിൽ കൂടുമ്പോഴും മൺകട്ട ഒന്നോടൊന്ന് പറ്റിപ്പോകുമ്പോഴും ജ്ഞാനത്താൽ മേഘങ്ങളെ എണ്ണുന്നതാർ? ആകാശത്തിലെ തുരുത്തികളെ ചരിക്കുന്നതാർ? സിംഹങ്ങൾ ഗുഹകളിൽ പതുങ്ങിക്കിടക്കുമ്പോഴും അവ മുറ്റുകാട്ടിൽ പതിയിരിക്കുമ്പോഴും നീ സിംഹിക്ക് ഇര വേട്ടയാടി കൊടുക്കുമോ? ബാലസിംഹങ്ങളുടെ വിശപ്പടക്കുമോ? കാക്കക്കുഞ്ഞുങ്ങൾ ഇരകിട്ടാതെ ഉഴന്ന് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നതാർ? അധ്യായം 39. പാറയിലെ കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? മാൻപേടകളുടെ ഈറ്റുനോവ് നീ കാണുമോ? അവയ്ക്ക് ഗർഭം തികയുന്ന മാസം നിനക്ക് കണക്ക് കൂട്ടാമോ? അവയുടെ പ്രസവകാലം നിനക്കറിയാമോ? അവ കുനിഞ്ഞ് കുട്ടികളെ പ്രസവിക്കുന്നു, ക്ഷണത്തിൽ വേദന കഴിഞ്ഞു പോകുന്നു. അവയുടെ കുട്ടികൾ ബലപ്പെട്ട് കാട്ടിൽ വളരുന്നു, അവ പുറപ്പെട്ടു പോകുന്നു, മടങ്ങി വരുന്നതുമില്ല. കാട്ടുകഴുതയെ അഴിച്ചുവിട്ടതാർ? വനഗർഭത്തെ കെട്ടഴിച്ചതാർ? ഞാൻ മരുഭൂമിയെ അതിന് വീടും ഉവർനിലത്തെ അതിന് പാർപ്പിടവുമാക്കി. അത് പട്ടണത്തിലെ ആരവം കേട്ട് ചിരിക്കുന്നു, തെളിക്കുന്നവൻ്റെ ഒച്ച കൂട്ടാക്കുന്നതുമില്ല. മലനിരകൾ അതിൻ്റെ മേച്ചിൽപ്പുറമാകുന്നു, പച്ചയായതൊക്കെയും അത് തിരഞ്ഞു നടക്കുന്നു. കാട്ടുപോത്ത് നിന്നെ വഴിപ്പെട്ട് സേവിക്കുമോ? അത് നിന്റെ പുൽത്തൊട്ടിക്കരികെ രാപാർക്കുമോ? കാട്ടുപോത്തിനെ നിനക്ക് കയറിട്ട് ഉഴവിന് കൊണ്ടുപോകാമോ? അത് നിന്റെ പിന്നാലെ നിലം നിരത്തുമോ? അതിൻ്റെ ശക്തി വലുതാകിയാൽ നീ അതിനെ വിശ്വസിക്കുമോ? നിന്റെ വേല നീ അതിനെ ഭരമേൽപ്പിച്ചു കൊടുക്കുമോ? അത് നിന്റെ വിത്ത് കൊണ്ടുവരുമെന്നും നിന്റെ കളപ്പുരയിൽ കൂട്ടുമെന്നും നീ വിശ്വസിക്കുമോ? ഒട്ടകപ്പക്ഷി ഉല്ലസിച്ച് ചിറക് വീശുന്നു, എങ്കിലും ചിറകും തൂവലും കൊണ്ട് വാത്സല്യം കാണിക്കുമോ? അത് നിലത്ത് മുട്ട ഇട്ടേച്ചു പോകുന്നു, അവയെ പൊടിയിൽ വെച്ച് വിരിക്കുന്നു. കാൽ കൊണ്ടവ ഉടഞ്ഞു പോയേക്കുമെന്നോ കാട്ടുമൃഗം അവയെ ചവിട്ടിക്കളഞ്ഞേക്കുമെന്നോ അത് ഓർക്കുന്നില്ല. അത് തൻ്റെ കുഞ്ഞുങ്ങളോട് തനിക്കുള്ളവയല്ല എന്ന പോലെ കാഠിന്യം കാണിക്കുന്നു. തൻ്റെ പ്രയത്നം വ്യർത്ഥമായി പോകുമെന്ന് ഭയപ്പെടുന്നില്ല. ദൈവം അതിന് ജ്ഞാനമില്ലാതാക്കി, വിവേകം അതിന് നൽകിയിട്ടുമില്ല. അത് ചിറകടിച്ച് പൊങ്ങിയോടുമ്പോൾ കുതിരയെയും പുറത്ത് കയറിയവനെയും പരിഹസിക്കുന്നു. കുതിരയ്ക്ക് നീയോ ശക്തി കൊടുത്തത്? അതിൻ്റെ കഴുത്തിന് നീയോ കൊഞ്ചിരോമം അണിയിച്ചത്? നിനക്കതിനെ വെട്ടുക്കിളിയെ പോലെ ചാടിക്കാമോ? അതിൻ്റെ ഹുങ്കാരപ്രതാപം ഭയങ്കരം. അത് താഴ്വരയിൽ മാന്തി യൂക്കോടെ ഉല്ലസിക്കുന്നു. അത് ആയുധപാണികളെ എതിർത്ത് ചെല്ലുന്നു. അത് കൂശാതെ ഭയത്തെ പുച്ഛിക്കുന്നു, വാളിനോട് പിൻവാങ്ങി മിണ്ടുന്നതുമില്ല. അതിന് എതിരെ അവനാഴിയും മിന്നുന്ന കുന്തവും ശൂലവും കിലുകിലുക്കുന്നു. അത് ഉഗ്രതയും കോപവും പൂണ്ട് നിലം വിഴുങ്ങുന്നു. കാഹളനാദം കേട്ടാൽ അത് അടങ്ങി നിൽക്കുകയില്ല. കാഹളനാദം ധ്വനിക്കും തോറും അത് ഹാ ഹാ എന്ന് ചിരിക്കുന്നു. പടയും പടനായകന്മാരുടെ മുഴക്കവും ആർപ്പും ദൂരത്തു നിന്ന് മണക്കുന്നു. നിന്റെ വിവേകത്താലോ പരുന്ത് പറക്കുകയും ചിറക് തെക്കോട്ട് വിടർക്കുകയും ചെയ്യുന്നത്? നിന്റെ കൽപ്പനയ്ക്കോ കഴുകൻ മേലോട്ട് പറക്കുകയും ഉയരത്തിൽ കൂടുവെക്കുകയും ചെയ്യുന്നത്? അത് പാറയിൽ കുടിയേറി രാപാർക്കുന്നു, പാറമുകളിലും ദുർഗത്തിലും തന്നെ. അവിടെ നിന്ന് അത് ഇരതിരിയുന്നു, അതിൻ്റെ കണ്ണ് ദൂരത്തേക്ക് കാണുന്നു. അതിൻ്റെ കുഞ്ഞുങ്ങൾ ചോര വലിച്ചു കുടിക്കുന്നു. പട്ടുപോയവർ എവിടെയോ അവിടെ അതുണ്ട്.